രാജീവ് ചന്ദ്രശേഖറിന് നാലുപാട് നിന്നും നല്ല ഉശിരൻ മറുപടികളാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രഹണ സമയത്ത് നീർക്കോളിക്കും വിഷമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറിന് മൊത്തത്തിൽ ഗ്രഹണി പിടിച്ചൊരു സമയമാണ്. നീർക്കോലി മാത്രമല്ല, മണ്ണിര പോലും രാജീവിനെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ചെയ്ത പണി ഒരല്പം കടന്നുപോയിരുന്നു. അല്പത്തരം എന്ന് പറഞ്ഞാൽ അല്പത്തരത്തിന് പോലും നാണക്കേടുണ്ടാകുന്ന പോലെയായി പോയി ഇന്നലത്തെ രാജീവിന്റെ വീരശൂര പരാക്രമമൊക്കെ. ഇപ്പോൾ രാജീവിന് നല്ല കിടിലൻ ആക്ഷേപവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യറാണ്. പറഞ്ഞ ഡയലോഗ് കിടിലം എന്ന് പറഞ്ഞാൽ പോരാ, കിടിലോൾ കിടിലം. പദ്ധതിയുമായ ഒരു ബന്ധവും ഇല്ലാത്തവരാണ് വേദിയിൽ ഇരുന്നത്. വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടു. ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ പല ആളുകളും സീറ്റ് പിടിക്കാൻ വേണ്ടി മുണ്ട് സീറ്റിലിടുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെയാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആളുകൾ വേദിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കസേര ഉറപ്പിച്ചത് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. ശരിക്കും ഇതേപോലെയുള്ള പ്രവൃത്തി തന്നെയാണ് രാജീവ് ഇന്നലെ ചെയ്തത്. മുൻപേ വന്ന തന്റെ കസേര തുടച്ചു മിനുക്കി അതിലങ്ങ് ഉപവിഷ്ടനായി. ഇരുന്നതോ ഇരുന്നു, കുറഞ്ഞ പക്ഷം വായടച്ച് മിണ്ടാതെ ഒരു മൂലയ്ക്കൊതുങ്ങി ഇരിക്കാമായിരുന്നു. ഇത് അങ്ങനെ വല്ലതുമാണ്. കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കുറച്ചൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖറിനെ പോലെ തലയെടുപ്പുള്ള ഒരു മനുഷ്യനെ BJP പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായി കൊണ്ടുവന്ന് കേരളത്തെ ഒന്ന് കിടുക്കാനൊക്കെ മോദിക്ക് കഴിഞ്ഞു. പക്ഷെ എന്ത് കാര്യമുണ്ട്? കാര്യത്തോടെടുത്തപ്പോൾ അയ്യേ, ഇയാൾ ഇതെന്തൊരൽപ്പന എന്ന് പറഞ്ഞുപോയി പൊതുജനം. ഇതേ സമയം വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാനും സന്ദീപ് മറന്നില്ല. എന്നാൽ അപ്പോഴും പുലിവാൽ കല്യാണം സിനിമയിൽ കോട്ടും സ്യൂട്ടും ധരിച്ചവർക്കിടയിൽ ഫ്രീക്ക് വേഷത്തിൽ എളിഭ്യനായിരിക്കുന്ന ട്രോളന്മാരുടെ പ്രിയപ്പെട്ട മീമായ ജഗതി ശ്രീകുമാറിന്റെ സീനിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള രാജീവിന്റെ പ്രകടനം ഹൈ ക്ലാസ് കോമാളിത്തരമായി. വെള്ളിയാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ ട്രോളുകളിൽ ജഗതി ശ്രീകുമാറിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് രാജീവ് ചന്ദ്രശേഖറിനെയായിരുന്നു. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ ഉയർന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പ്രഹസനമായിരുന്നു ഇതിനാധാരം. പകൽ 11-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ രാവിലെ 8:45-ഓടെ രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തി, സീറ്റ് പിടിച്ചു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള വിശിഷ്ടാതിഥികൾ വേദിയിലെത്തുന്നതിന് മുൻപ് 2 മണിക്കൂറിലധികം സമയം ഒറ്റയ്ക്ക് വേദിയിൽ ഒരേ ഇരിപ്പ്. ഇനി കസേര കിട്ടില്ല എന്നോർത്ത് നേരത്തെ വന്ന് സീറ്റ് പിടിച്ചതാണോ എന്ന് ആളുകൾക്കിടയിൽ നിന്ന് അടക്കം പറച്ചിലും ഉയർന്നു. ഇതിനിടെ വേദിയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചും പരിഹാസ്യ പ്രകടനം നടത്തിയും സർക്കാരിന്റെ പൊതുപരിപാടിയിൽ ഒരു സീറ്റ് ഉറപ്പിച്ച് ഒറ്റയ്ക്കിരുന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ പൂരമായി. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിൽ ഇരുന്നപ്പോഴാണ് ഒരു പഞ്ചായത്ത് വാർഡ് പ്രതിനിധി പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ ഷോ നടന്നത്. കേന്ദ്ര സർക്കാരാണ് ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ അന്തിമ തീരുമാനമെടുത്തത്. സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതെന്തായാലും മോദിക്കും BJP-ക്കാർക്കും 8-ന്റെ പണിയായി.